ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം അഷ്ടമസർഗ. പുഷ്പകവിമാന വർണ്ണനം. സദസ്യ മധ്യേവ വനസ്യ സംസ്ഥിതം മഹത് വിമാനം മണിരത്നചിത്രിതം പ്രദബ്ധജാംബൂനദജാലകൃത്രിമം ദദർശ വീരപവനാത്മജഖഭിഃ. വീരനും വായുപുത്രനുമായ ഹനുമാൻ ആ മാളികയുടെ മധ്യത്തിൽ നിന്നിരുന്നതും മണി, രത്നം എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടതും ഉരുക്കിയ തങ്കത്താൽ തീർത്തതുമായ ആ മഹാവിമാനത്തെ ദർശിച്ചു. തതപ്രമേയ പ്രതികാരകൃത്രിമം കൃതം സ്വയം സാധിതി വിശ്വകർമ്മണ ദിവം ഗതം വായുപദ പ്രതിഷ്ഠിതം വരാജതാദിത്യപദസ്യ ലക്ഷ്മവത്. സ്വന്തം പ്രഭാവത്തിൻ്റെ മാനദണ്ഡമായി പരിഗണിക്കാവുന്നതും ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള രചനാ സംവിധാനത്തോടു കൂടിയതും വിശ്വകർമാവ് തന്നെ സർവോത്തമമായിരിക്കണം എന്ന ഉദ്ദേശത്തോടെ നിർമ്മിച്ചിട്ടുള്ളതുമായ വിമാനം ആകാശത്തിൽ എവിടെയും സഞ്ചരിപ്പാൻ കഴിവുള്ളതും വായുമാർഗത്തിൽ നിർത്തിയിടാൻ സൗകര്യമുള്ളതും ആയിരുന്നു. അത് സൂര്യൻ്റെ സഞ്ചാരപഥത്തിൽ ഒരു മാർഗചിഹ്നം പോലെ വിളങ്ങി. നതത്ര കിഞ്ചിന്ന കൃതം പ്രയത്നതോ നതത്ര കിഞ്ചിന്ന മഹാർഹരത്നവത് നതേ വിശേഷാനിയതാ സുരേഷ്വപീ നതത്ര കിഞ്ചിന്ന മഹാവിശേഷവത്. അതിൽ പ്രയത്നം കൊണ്ടല്ലാതെ ഉണ്ടാക്കിയ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അമൂല്യരത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ കലാവിശേഷങ്ങൾ ദേവന്മാർക്ക് പോലും സ്ഥിരമായി ലഭിച്ചിരുന്നില്ല. അതിലുള്ളതെല്ലാം തികച്ചും അത്യാശ്ചര്യകരമായിരുന്നു. അമൂല്യ വസ്തുക്കൾ കൊണ്ടും ദീർഘകാല പ്രയത്നം കൊണ്ടും നിർമ്മിച്ച അത്ഭുതകരവും അപൂർവവുമായ സുന്ദര ശില്പങ്ങൾ മാത്രമേ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അവ ദേവന്മാർക്ക് പോലും അലഭ്യമായിരുന്നു. അവർ പോലും കാണാത്തതും ആയിരുന്നു. തപസ്സമാധാന പരാക്രമാർജിതം മനസ്സമാധാന വിചാരചാരിണം അനേക സംസ്ഥാന വിശേഷ നിർമ്മിതം തതസ്തുല്യ വിശേഷ ദർശനം മനസ്സമാദായതു ശീഘ്രഗാമിനം ദുരാവരം മാരുതതുല്യഗാമിനം മഹാത്മനാം പുണ്യകൃതാം മഹർദിനാം യശസ്സിനാം അഗ്രമുദാമിവാലയം വിശേഷമാലംബ്യ വിശേഷ സംസ്ഥിതം വിചിത്രകൂടം ബഹുകൂടമണ്ഡിതം മനോവിരാമം ശരദിന്ദു നിർമ്മലം വിചിത്രകൂടം ശിഖരം ഗിരേജ്യത വഹന്തിയം കുണ്ടലാശോഭിതാനന മഹാശനാ വ്യോമചരാ നിശാചരാഃ വിവൃത്ത വിധ്വസ്ത വിശാലലോചന മഹാജവാഭൂതഗണാ സഹസ്രശ വസന്തപുഷ്പോൽക്കരചാരുദർശനം വസന്തമാസാദവികാന്തദർശനം സപുഷ്പകം തത്ര വിമാനമുത്തമം ദദർശ തദ്വാനരവീരസത്തമ. മനോഹരമായ ശരത്കാലചന്ദ്രനെ പോലെ നിർമ്മലമായതും വസന്തകാല കുസുമങ്ങളെപ്പോലെ കൗതുകമുള്ളതും വസന്തർത്തുവിനേക്കാൾ കണ്ണിണയ്ക്ക് ആനന്ദം നൽകുന്നതുമായ പുഷ്പകവിമാനം വാനരവീരനായ ഹനുമാൻ അവിടെ കണ്ടു. തപഫലമായിട്ട് ലഭിച്ച പരാക്രമം കൊണ്ട് നേടിയതും ഇച്ഛാനുസാരം ഏത് ദിശയിലേക്കും സഞ്ചരിക്കാൻ സമർത്ഥമായതും വിചിത്രങ്ങളായ വിവിധ വാസസ്ഥാന സംവിധാനങ്ങളോട് കൂടിയതും ആയിരുന്നു ആ വിമാനം. ഏതു ഭാഗത്തിരുന്നാലും ഒരേപോലെ വിശേഷ ദൃശ്യങ്ങൾ കാണാം. സ്വാമിയുടെ മനസ്സറിഞ്ഞ് അതിവേഗം പറക്കാൻ കഴിയുന്നതാണ്. ആരാലും തടുക്കാൻ കഴിയാത്തതും വായുവേഗത്തോടു കൂടിയതും മഹാത്മാക്കൾ, പുണ്യശാലികൾ, ഐശ്വര്യവാന്മാർ, യശസ്വികൾ, ദേവന്മാർ എന്നിവരുടെ വാസസ്ഥലം പോലെ ഉള്ളതുമാണ് വിചിത്രങ്ങളായ താഴികക്കുടങ്ങൾ. കൊടുമുടിക്കൊത്ത അനേകം കൂടങ്ങൾ എന്നിവയാൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ട വിമാനത്തെ കർണാഭരണധാരികളും സ്ഥൂല ശരീരികളുമായ രാക്ഷസന്മാരും ഭീകരരൂപികളും വേഗവാന്മാരുമായ ഭൂതഗണങ്ങളും സദാ സംരക്ഷിച്ചു പോരുന്നു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാന്ഡേ അഷ്ടമസർഗ. 8ാം സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.